പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, തിരുസനിൽ അടുത്തൊരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞൊരാഴ്ച മുഴുവനും ഞങ്ങളെ പരിപാലിച്ചു, സൂക്ഷിച്ചു. കർത്താവേ, ഞങ്ങളുടെ ക്ലാസ്സുകൾ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഭവനങ്ങളിലും ശുശ്രൂഷാ മണ്ഡലങ്ങളിലുമായിരുന്നു. അവിടെയെല്ലാം ഞങ്ങൾക്ക് ആവശ്യമായ ദൈവികമായ കൃപയും ജ്ഞാനവും എല്ലാം നൽകി തന്ന് ഞങ്ങളെ ജയത്തോടെ നീ നടത്തുന്ന വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. ഈ ആഴ്ചയിൽ ഞങ്ങളുടെ ക്ലാസ് ഇന്ന് ആരംഭിക്കുമ്പോൾ ദൈവകൃപ ഞങ്ങളോടുകൂടെ ഇരിക്കും. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും, ജ്ഞാനത്തെ പകർന്നു വരും. ദൈവവചനം എൻ്റെ ഉള്ള അവസ്ഥയിൽ ഗ്രഹിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് കൃപയരുളണമേ എന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന വചനപ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ താവേ നിൻ്റെ വചനങ്ങൾ ഞങ്ങൾ പൂർണ്ണമായ അളവിൽ മനസ്സിലാക്കുവാൻ നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും മാനവും സ്തുതിയും പുകഴ്ചയും അങ്ങേക്ക് യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നോട്ട്സൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ആഴ്ച മുഴുവനും നമ്മൾ പഠിച്ചത്? എന്തെങ്കിലും സംശയമുണ്ടോ അതിനകത്ത്? ഏതെങ്കിലും? എന്താണ് ഞാൻ പഠിപ്പിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ? നോക്കി എങ്ങനെ ഉണ്ടാവുള്ളൂ? വായിച്ചു നോക്കിയാൽ സംശയം വരുന്ന ഭാഗം എന്തുവാന്ന് നോട്ട്സിൻ്റെ അറ്റത്ത് തന്നെ നിങ്ങൾ നോട്ട് ചെയ്തിടുകയോ എല്ലാം ചെയ്താൽ നിങ്ങൾക്കത് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാൻ എളുപ്പമായിരിക്കും. ആർക്കും ഒന്നുമില്ല? ഓക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾ അപ്പോക്രിഫ പുസ്തകങ്ങൾ അംഗീകരിക്കാത്തത്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മുടെ പ്രധാന പഠന വിഷയത്തിൽ നമ്മൾ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കും. ഒന്ന്, അപ്പോക്രിഫ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്. 2, നമ്മളതിനെ അംഗീകരിക്കാത്തതിൻ്റെ കാരണങ്ങൾ എന്താണ്. 3, അംഗീകരിക്കുന്നവർക്ക് പറയാനുള്ള കാരണങ്ങൾ എന്താണ്. 4, നമുക്കവർക്ക് കൊടുക്കാനുള്ള മറുപടി എന്തുവാണ്. വ്യക്തമായോ എല്ലാവർക്കും? ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ആഴ്ച പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തേത്, എന്താണ് അപ്പോക്രിഫ പുസ്തകങ്ങൾ? അവയ്ക്ക് ആ പേര് വരാനുള്ള കാരണം എന്തുവാ? അപ്പോക്രിഫ എന്ന വാക്കിൻ്റെ അർത്ഥം മറഞ്ഞിരിക്കുന്നത് അഥവാ വെളിപ്പെടാത്തത് എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ, മറഞ്ഞിരിക്കുന്നത് അഥവാ വെളിപ്പെടാത്തത്. AD 100-നും BC 200-നും, അല്ലെ നേരെ തിരിച്ച് പറഞ്ഞാൽ BC 200-നും AD 100-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ് ഈ പുസ്തകങ്ങളെല്ലാം. BC 200-നും AD 100-നും. നിങ്ങൾക്കറിയാലോ, BC എന്ന് പറയുന്ന മുഴുവൻ പുറകോട്ടാണ് പോകുന്നത്. മനസ്സിലായോ? BC അവസാനിക്കുന്നത് 1-ലാണ്, AD തുടങ്ങുന്നത് 1-ലാണ്, AD 100-നും. അപ്പോൾ ആ 3 നൂറ്റാണ്ടുകൾക്കിടയിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് അപ്പോക്രിഫ പുസ്തകങ്ങൾ. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. അപ്പോക്രിഫ എന്ന വാക്കിൻ്റെ അർത്ഥം മറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വെളിപ്പെടാത്തത്. അപ്പോക്രിഫ പുസ്തകങ്ങൾ എഴുതപ്പെട്ട കാലഘട്ടം BC 100-നും BC 200-നും AD 100-നും ഇടയ്ക്കുള്ള കാലഘട്ടങ്ങൾ. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജെറോം എന്ന സഭാപിതാവാണ് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജെറോം എന്ന സഭാപിതാവാണ് ഈ പുസ്തകങ്ങളെ അപ്പോക്രിഫ പുസ്തകങ്ങളെന്ന് വിളിച്ചത്. ജെറോം എന്ന സഭാപിതാവ്. കത്തോലിക്ക സഭ ഈ പുസ്തകങ്ങളെ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കത്തോലിക്ക സഭ ഈ പുസ്തകങ്ങളെ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അന്നാണ്
ഈ പുസ്തകങ്ങളെ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കുന്നു. യഹൂദന്മാരും മിക്ക പ്രൊട്ടസ്റ്റൻ്റ് സഭകളും ഇവയെ തിരുവെഴുത്തായി അംഗീകരിക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പിന്നെ പറയാം. യഹൂദന്മാരും മിക്ക പ്രൊട്ടസ്റ്റൻ്റ് സഭകളും ഇവയെ തിരുവെഴുത്തായി അംഗീകരിക്കുന്നില്ല. 1546 നടന്ന, ആ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്, 1546 നടന്ന ട്രെൻഡ് സഭാ സുനഹദോസിൽ ട്രെൻഡ് സഭാ സുനഹദോസിൽ വെച്ചാണ് സഭാ സുനഹദോസ് എന്ന് പറഞ്ഞാൽ സഭയുടെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന കൗൺസിലിനെയാണ് സുനഹദോസ് എന്ന് പറയുന്നത്. 1546 നടന്ന ട്രെൻഡ് സുനഹദോസിലാണ് അപ്പോക്രിഫ പുസ്തകങ്ങളെ കത്തോലിക്ക സഭ കാനോനികമായി അംഗീകരിച്ചത്. അപ്പോൾ ഒരു ചെറിയ ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കാണും. കത്തോലിക്ക സഭ ഈ പുസ്തകങ്ങളെ കാനോനികമായി, ആ കാനോൻ എന്നുള്ള വാക്ക് ഞാൻ പിന്നെ അതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞുതരാം, ഇപ്പോൾ അതൊന്നും എഴുതിയാൽ മതി, കാനോനികമായി അംഗീകരിച്ചത്. അപ്പോൾ ഒരു ചെറിയ ഐഡിയ നമുക്ക് കിട്ടിയല്ലോ. ഈ വാക്കിൻ്റെ അർത്ഥം എന്തുവാ? അതെ, ഈ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? ആരൊക്കെ ഇതിനെ അംഗീകരിക്കുന്നു? കത്തോലിക്ക സഭ എന്നുതൊട്ടാണ് ഇത് അംഗീകരിക്കാൻ തുടങ്ങിയത് എന്നെല്ലാം നമ്മളൊരു ഐഡിയ കിട്ടി. ഇനിയിപ്പോൾ രണ്ടാമത് നമുക്ക് ഇതിനകത്തുള്ള രണ്ടാം ഭാഗമായിട്ട് ആയിട്ട് ചിന്തിക്കാനുള്ളത്, ഈ അപ്പോക്രിഫ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? അത് ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് കത്തോലിക്കരുടെ ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ അതിനകത്ത് രണ്ടിൻ്റെ ഇടയിൽ ഉത്തരകാനോനിക ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ പുസ്തകങ്ങളെല്ലാം കാണാം. ആർക്കെങ്കിലും അത് ഇല്ലാത്തതുണ്ടെങ്കിൽ, കത്തോലിക്ക ബൈബിൾ ഇല്ലാത്തതുണ്ടെങ്കിൽ നമ്മുടെ ലൈബ്രറിയിൽ അതെന്ത് ചെയ്യും, ഓശാന ബൈബിൾ എന്ന് പറഞ്ഞൊരു ബൈബിൾ ഉണ്ട്, അതിൻ്റെ ഇടയിൽ അതിൽ ഇതുണ്ട്, അതൊരെണ്ണം വാങ്ങിച്ച് ചുമ്മാ വായിച്ചിരിക്കാൻ നല്ലതാണ്, വായിക്കാൻ നല്ല കഥകളൊക്കെ ഉള്ളൊരു പുസ്തകമാണ് അത്. അപ്പോൾ പക്ഷെ പേര് മാത്രം ഞാനിപ്പം ഒന്ന് പറഞ്ഞുതരാം ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന്, ഓരോ പുസ്തകത്തെക്കുറിച്ച് ഒരു ലഘു വിവരണവും തരാം, അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. തോബിത്ത്, ആ പുസ്തകത്തിൻ്റെ പേരാ അപ്പോക്രിഫ പുസ്തകങ്ങൾ. അതിലൊന്ന് തോബിത്ത്. 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു പ്രണയ കഥയാണിത്. 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു പ്രണയ കഥ. 2, യൂദിത്ത്, 2-ാമത്തെ പുസ്തകം. അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്, യൂദിത്ത് എന്ന സുന്ദരിയായ ഒരു യഹൂദ വിധവ, യൂദിത്ത് എന്ന പേരോടുകൂടിയ സുന്ദരിയായ ഒരു യഹൂദ വിധവ കൗശലവും കാപഢ്യവും കൊണ്ട് യഹൂദന്മാരെ രക്ഷിക്കുന്ന കഥയാണ് അതിനകത്തുള്ളത്. കൗശല്യവും കാപഢ്യവും കൊണ്ട് യഹൂദന്മാരെ രക്ഷിക്കുന്ന കഥയാണ് കഥ. 3, എസ്തേറിൻ്റെ പരിശിഷ്ടം. അത് എസ്തേറിൻ്റെ പുസ്തകത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ്. നമ്മുടെ എസ്തേറിൻ്റെ ബൈബിളിനകത്തുള്ളതിനൊക്കെ അത്രയും അധ്യായമല്ല, കുറച്ച് അധ്യായം കൂടെ പിന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിച്ചേർക്കുന്നുണ്ട്. എസ്തേറിൻ്റെ പുസ്തകത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട ചില ഭാഗങ്ങൾ. 4, പ്രഭാഷകൻ. ഈ പുസ്തകത്തിൽ
ഹാനോക്ക് മുതൽ നെഹമ്യാവ് വരെയുള്ള ഈ പുസ്തകത്തിൽ ഹാനോക്ക് മുതൽ നെഹമ്യാവ് വരെയുള്ള പഴയ നിയമ പിതാക്കന്മാരെ പുകഴ്ത്തുകയും ജ്ഞാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പുസ്തകം പൊതുവെ സദൂക്യ ചിന്താഗതി ആണ്. ഈ പുസ്തകം പൊതുവെ സദൂക്യ ചിന്താഗതിയാണ്. അപ്പോൾ ഇതിനകത്ത് സദൂക്യർ ആരാന്ന് പറയുന്നതൊക്കെ പഠിക്കണം കേട്ടോ, എന്നാലേ അറിയുള്ളൂ അവരുടെ ചിന്താഗതി എന്തുവാന്ന്. അത് നമ്മളെല്ലാം വേറൊരു വിഷയത്തിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല. ഇപ്പോൾ ഞാൻ പൊതുവെ സദൂക്യ ചിന്താഗതിയിലാണ്. ഒരു ബന്ധവുമില്ല. സദൃശവാക്യത്തിലും ജ്ഞാനമുണ്ട്, പ്രഭാഷകനിലും എന്ത് ചെയ്യുന്നുണ്ട്, ജ്ഞാനത്തെക്കുറിച്ച് ഒത്തിരി പ്രകീർത്തിക്കുന്നുണ്ട്. 5 ശലോമോൻ്റെ വിജ്ഞാനം. 5-ാമത്തെ പുസ്തകം ശലോമോൻ്റെ വിജ്ഞാനം. യവന ചിന്തയുടെ യവന തത്വചിന്ത അല്ലെങ്കിൽ യവന ചിന്തയുടെ സ്വാധീനം ഈ പുസ്തകത്തിൽ കാണാം. ഗ്രീക്ക് യവനാന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഫിലോസഫിയുടെ ഇൻഫ്ലുവൻസ് അതിനകത്തുള്ളത്. ഇതിനകത്ത് പ്രപഞ്ചോൽപത്തി, ആത്മാവിൻ്റെ പൂർവാസ്തിത്വം, ശരീരത്തിൻ്റെ നിന്ദ്യത എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഒന്നിനും കൊള്ളാത്തതാന്നുള്ളത്. പൂർവ്വ ആസ്തിത്വം എന്ന് പറഞ്ഞാൽ ആത്മാവ് സദാകാലവും നിലനിൽക്കുന്നതാണ്, ആത്മാവിനെ നശിപ്പിക്കാനൊക്കത്തില്ല. ആസ്തിത്വം. ശരീരത്തിൻ്റെ നിന്ദ്യത എന്ന് പറഞ്ഞാൽ ഈ ശരീരം, ജഡശരീരം ഒന്നിനും കൊള്ളാത്തതാണ് എന്നുള്ള ആ ചിന്താഗതി, ഇതെല്ലാം ഇതിൽ കാണാം. ആറാമത്തെ പുസ്തകം. അപ്പോൾ ഓരോ പുസ്തകത്തിൻ്റെയും പേരെഴുതുമ്പോൾ അതിൻ്റെ അടിയിലൊരു അടിവര കിട്ടും, അപ്പോൾ അത് പുസ്തകം നിങ്ങൾക്ക് പിടികിട്ടും. ആറാമത്തത് ബാരൂക്കിൻ്റെ പുസ്തകം അല്ലെങ്കിൽ ബാരൂക്ക്. യിരെമ്യാവിൻ്റെ എഴുത്തുകാരനായിരുന്ന ബാരൂക്കാണ്, യിരെമ്യാവിൻ്റെ എഴുത്തുകാരനായ ബാരൂക്കാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് എന്ന് പരിഗണിക്കപ്പെടുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ എഴുത്തുകാരനായ ബാരൂക്കാണ് ഈ ഗ്രന്ഥത്തിൻ്റെ എഴുത്തുകാരനെന്ന് പരിഗണിക്കപ്പെടുന്നു. യെരുശലേമിൻ്റെ നാശം ആണ് ഇതിലെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് അതിനകത്ത് മുഴുവൻ എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞേക്കുന്നത്. 7 യിരെമ്യായുടെ കത്ത്, യിരെമ്യാ പ്രവാചകൻ്റെ കത്ത്. പ്രവാസത്തിലായിരുന്ന യഹൂദന്മാർക്ക് യിരെമ്യാ പ്രവാചകൻ അയച്ചു എന്ന് പ്രവാസത്തിലായിരുന്ന യഹൂദന്മാർക്ക് യിരെമ്യാ പ്രവാചകൻ അയച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കത്താണിത്.
8. അസര്യായുടെ പ്രാർത്ഥനയും 3 ബാലന്മാരുടെ ഗീതവും. അസര്യായുടെ പ്രാർത്ഥനയും 3 ബാലന്മാരുടെ ഗീതവും. ഗീതം പാട്ട് എന്നുള്ള അർത്ഥം, പാട്ടുകൾ. അതെ. BC 165 രചിക്കപ്പെട്ട ഈ പുസ്തകത്തിൽ BC 165 രചിക്കപ്പെട്ട ഈ പുസ്തകത്തിൽ തീച്ചൂളയിലെറിയപ്പെട്ട അസര്യാവിൻ്റെ പ്രാർത്ഥനയും. അസര്യ ആരാ? ഈ യഹൂദ ബാലന്മാരുടെ പേര് മാറ്റിയായിരുന്നു. അതിൽ പേര് മാറ്റിയപ്പോൾ ഒരാൾക്ക് ദാനിയേലിൻ്റെ പ്രവചനത്തിൽ വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. അവരുടെ പേര് മാറ്റുന്നതിന് മുമ്പുള്ളവർ പേരെന്തുവാന്നെല്ലാം കാണാം. അതിലൊരുവനായി അസര്യ എന്ന് പറയുന്നത്. അസര്യായുടെ പ്രാർത്ഥനയും തുടർന്നുള്ള കാര്യങ്ങളും. അതാണ് ഈ പുസ്തകത്തിനകത്തെ പ്രതിപാദ്യ വിഷയം. നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് നോക്കി അസര്യ ആരാന്ന് അറിയണമെങ്കിൽ ദാനിയേൽ പ്രവചനം ഒന്ന് എടുത്തേ. ബാബിലോൺ സാമ്രാജ്യത്തിലേക്ക് വന്ന കണ്ടോ, അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ് എന്നീ യഹൂദ പുത്രന്മാരുണ്ടായിരുന്നു. 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. 7-ാം വാക്യത്തിൽ ഷണ്ണാലിബൻ അവരുടെ പേരുകൾ കൽദയരുടെ രീതിയിൽ മാറ്റിയിട്ടു. ദാനിയേലിന് ബെൽഷസ്സർ എന്നും, ഹനന്യാവിന് ശദ്രക് എന്നും, മീശായേലിന് മേശക് എന്നും, അസര്യാവിന് അബേദ്നെഗോ എന്നും പേരിട്ടു. അപ്പോൾ ഈ അസര്യാവ് എന്ന് പറയുന്നത് ആരാ? അബേദ്നെഗോ ആ? അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തോന്നും ഏതോ ഒരു രാജാവിൻ്റെ പേരാണ്. അല്ല, ഇതാണ് സംഭവം. അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യം ഒന്ന് പറഞ്ഞു തന്നെ. അവിടെ വേണമെങ്കിൽ ആ വാക്യം വേണമെങ്കിൽ എഴുതിയിട്ടോ. ദാനിയേൽ 1:7. അപ്പോൾ അത് ആരാന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. ഒൻപതാമത്തെ പുസ്തകം അല്ലേ? 9 എല്ലാവർക്കും ഓക്കെ. സൂസന്ന. സുന്ദരിയും പതിവ്രതയുമായ സൂസന്നയുടെ മേൽ ആരോപിക്കപ്പെട്ട വ്യഭിചാരക്കുറ്റത്തിൽ നിന്ന് ദാനിയേൽ ഇടപെട്ട് അവളെ രക്ഷിക്കുന്ന കഥ. അതാണ് സൂസന്നയുടെ കഥ. സുന്ദരിയും പതിവ്രതയുമായ സൂസന്നയുടെ മേൽ ആരോപിക്കപ്പെട്ട വ്യഭിചാര കുറ്റത്തിൽ നിന്ന് ദാനിയേൽ ഇടപെട്ട് അവളെ രക്ഷിക്കുന്ന കഥ. അതാണ് ആ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം. നമ്മൾ ഒറ്റ വാചകത്തിൽ അതിൻ്റെ ഇതിവൃത്തം പറയുകയാണ് എല്ലാ പുസ്തകങ്ങളുടെയും, കേട്ടോ. അടുത്തത് 10-ാമത്തത് ബേലും മഹാസർപ്പവും. ബേലും മഹാസർപ്പവും. അതിന് ഇതിവൃത്തം എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറജാതി മതത്തെയും വിഗ്രഹാരാധനയെയും വിഗ്രഹാരാധനയെയും കളിയാക്കുന്ന ഒരു കഥ. ഇതിലെ പ്രധാന കഥാപാത്രം ദാനിയേലാണ്.
ഓക്കെ. 11 1 മക്കാബിയർ. അതെ, മക്കാബിയർ 1 മക്കാബിയർ, അല്ലെങ്കിൽ 1 2 മക്കാബിയർ എന്നിരിക്കും. 1 2 1 2 മക്കാബിയർ, 2 പുസ്തകങ്ങളത്. അത് നമുക്ക് പഴയ നിയമ പുതിയ നിയമത്തിനും ഇടയ്ക്കുള്ള യഹൂദന്മാരുടെ ചരിത്രം. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്കുള്ള യഹൂദന്മാരുടെ ചരിത്രമാണ് 1 മക്കാബിയറിലും 2 മക്കാബിയറിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1 രാജാക്കന്മാർ 2 രാജാക്കന്മാർ എന്നൊക്കെ പറയുന്ന പോലെ യുദ്ധങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, ആ കാര്യങ്ങളെല്ലാം മക്കാബിയ പുസ്തകങ്ങളിൽ. അതൊരു ചരിത്ര പുസ്തകമാണ്. അത് വേണമെങ്കിൽ അത് ചരിത്ര പുസ്തകം എന്ന് എഴുതിക്കുക. അത് BC 2-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം മക്കാബിയ കാലഘട്ടത്തിൽ നടന്ന പീഡനങ്ങളുടെയും യഹൂദ രാജാവായ മനശ്ശെയുടെ അനുതാപ പ്രാർത്ഥനയെയും വെളിപ്പെടുത്തുന്നു. അനുതാപ പ്രാർത്ഥനയെയും വെളിപ്പെടുത്തുന്നു. പതിനാല് ശരിയല്ലേ? പതിനാലും 15 ഇങ്ങനെ വരും. 1 എസ്ര 2 എസ്ര. അതിൽ 1 എസ്രായിൽ പറയുന്നത് BC 150 എഴുതപ്പെട്ടു. 150 BC 150. യോശിയാവിൻ്റെ ഭരണകാലത്തുണ്ടായ യഹൂദയുടെ പരാജയം, യെരുശലേമിൻ്റെ നാശം, യഹൂദയുടെ പരാജയം, യെരുശലേമിൻ്റെ നാശം, ബാബിലോൺ പ്രവാസം, പ്രവാസികളുടെ മടങ്ങിവരവ്, എസ്രായുടെ പ്രവർത്തനങ്ങൾ, എസ്രായുടെ ഇത്രയും കാര്യങ്ങൾ ആ പുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ. 2 എസ്രായിൽ പറയുന്നത് 2 എസ്ര AD 100 ഇത് എഴുതപ്പെട്ടത്. AD 100 രചന കാലയളവ്. ബാബിലോൺ പ്രവാസത്തിലായിരിക്കുമ്പോൾ എസ്രായിക്ക് ലഭിച്ച ബാബിലോൺ പ്രവാസത്തിലായിരിക്കുമ്പോൾ എസ്രായിക്ക് ലഭിച്ച 7 ദർശനങ്ങളുടെ വിവരണം. ബാബിലോൺ പ്രവാസത്തിലായിരിക്കുമ്പോൾ എസ്രായിക്ക് ലഭിച്ച 7 ദർശനങ്ങളുടെ വിവരണം.
ബാബിലോൺ പ്രവാസത്തിലായിരിക്കുമ്പോൾ എസ്രായിക്ക് ലഭിച്ച എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ്, എസ്രായിക്ക് ലഭിച്ച 7 ദർശനങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങളുടെ വിവരണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഏതിനകത്തുള്ള അപ്പോക്രിഫ പുസ്തകങ്ങളിലുള്ള. സുഭാഷിതവും പ്രഭാഷകരൊക്കെ സദൃശവാക്യത്തിൻ്റെയാണ് പറയുന്നത്. അപ്പോൾ അപ്പോക്രിഫ പുസ്തകങ്ങളെന്ന് പറയുന്നത് ഇത്രയും പുസ്തകങ്ങളാണ്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ പുസ്തകങ്ങളെ ദൈവവിശ്വാസീയമായിട്ട് അംഗീകരിച്ചത് എപ്പോഴാണെന്ന് കണ്ടു. നിങ്ങൾ എഴുതി, BC അല്ല, 1546 നടന്ന ട്രെൻഡ് സുനോഗോദോസിൽ വെച്ചാണ് കത്തോലിക്ക സഭ തന്നെ ഈ പുസ്തകങ്ങൾ ദൈവവിശ്വാസീയമായ തിരുവെഴുത്തായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്. അപ്പം അതുവരെ എന്തോ അല്ല അത് അപ്പോക്രിഫ പുസ്തകങ്ങൾ, ഈ പുസ്തകങ്ങൾക്ക് അപ്പോക്രിഫ എന്ന പേര് കൊടുത്തത് ആരാ? ജെറോം. അത് 4-ാം നൂറ്റാണ്ടിൽ. പക്ഷെ ദൈവവിശ്വാസീയമായ തിരുവെഴുത്തായിട്ട് അംഗീകരിച്ചിട്ടില്ല. ദൈവവിശ്വാസീയമായ തിരുവെഴുത്തായിട്ട് അംഗീകരിക്കുന്നത് 1546 എന്ന് പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിലാണ് നടന്ന ട്രെൻഡ് കൗൺസിലിൽ വെച്ചാണ് ഇത് എന്ത് ചെയ്യുന്നത്, ദൈവവിശ്വാസീയമായിട്ട് തിരുവെഴുത്തായിട്ട് കത്തോലിക്ക സഭ തന്നെ. അപ്പോൾ അതിനു മുമ്പ് ഇതിങ്ങനെ വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വേണോ വേണ്ടായോ, വേണ്ടെന്നൊരു പക്ഷം, കത്തോലിക്ക സഭയിൽ തന്നെ ഒരു പക്ഷം, വേണമെന്നൊരു പക്ഷം. ഇതിങ്ങനെ മൂത്ത് എങ്ങും തീരുമാനമെടുക്കാതെ കിടന്ന കുറേ നൂറ്റാണ്ടുകളുണ്ടായിരുന്നു. ഏതാണ്ട് 15 നൂറ്റാണ്ടുകൾ ഇതിന് യാതൊരു അംഗീകാരവും കൊടുക്കാതെ. ഇല്ല. 1546 ട്രെൻഡ് കൗൺസിലാണ് ഇതിനെ തിരുവെഴുത്തായിട്ട് ഇനി നമ്മൾ അംഗീകരിക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തുന്നത്. ശരി, അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് കിട്ടി. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ അംഗീകരിക്കാത്തത്? അല്ലെങ്കിൽ നമുക്ക് നോക്കാം, ഇത് അംഗീകരിക്കുന്നവർക്ക് പറയുന്ന ന്യായം എന്തുവാന്ന് ആദ്യം കേൾക്കാം. അതല്ലേ കുറച്ചുകൂടെ നല്ലത്. അപ്പോക്രിഫ പുസ്തകങ്ങളെ ദൈവവിശ്വാസീയമായി തിരുവെഴുത്തായി അംഗീകരിക്കുന്നവർ പറയുന്ന കാരണങ്ങൾ, അവർക്ക് കാരണങ്ങളുണ്ട്. അവർക്കൊരു 7 കാരണങ്ങൾ അവർക്ക് പറയാനുണ്ട്. ഞങ്ങളിതിനെ തിരുവെഴുത്തായിട്ട് അംഗീകരിക്കുന്നതിനുള്ള 7 കാരണങ്ങൾ. അപ്പോൾ അടുത്ത 3-ാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഓക്കെ, അപ്പോക്രിഫ പുസ്തകങ്ങളെ ദൈവവിശ്വാസീയമായി തിരുവെഴുത്തായി അംഗീകരിക്കുന്നവർ പറയുന്ന കാരണങ്ങൾ, അവരുടെ കാരണങ്ങൾ കേൾക്കാം. അവർ പറയുന്ന 1-ാമത്തെ കാരണം എന്ന് പറയുന്നത് എന്തുവാന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിൽ അപ്പോക്രിഫ പുസ്തകങ്ങളിൽ നിന്നുള്ള സംഭവങ്ങളും ആശയങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. പുതിയ നിയമത്തിൽ അപ്പോക്രിഫ പുസ്തകങ്ങളിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നത് പോലെ തന്നെ അപ്പോക്രിഫ പുസ്തകത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ചുമ്മാ പറഞ്ഞാൽ പോരാല്ലോ, നമുക്ക് തെളിവ് വേണം. അതിനവർ തെളിവ് തരുന്നുണ്ട്. സംഭവങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുന്ന തെളിവുകൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം എടുത്തേ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം. അവിടെയാണ് അവർ മറ്റു ചിലർ ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് വിടുതൽ ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു എന്ന് പറഞ്ഞാൽ പീഡനം സഹിച്ചു. ഞാൻ ഇതിനകത്ത് വായിച്ച് കേൾപ്പിക്കാം. അതെ, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ കൂടുതൽ മെച്ചപ്പെട്ട പുനരുദ്ധാനം ലഭിക്കേണ്ടതിന് വേണ്ടി വിടുതൽ കൈക്കൊള്ളാതെ പീഡനങ്ങൾ ഏറ്റു.
ഈ വാക്യം അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവം അവർ പറയുന്നത് അപ്പോക്രിഫ അഥവാ അപ്പോക്രിഫ 2 മക്കാബിയർ 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സംഭവമാണെന്ന് അവർ പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 35-ൽ പറയുന്ന സംഭവം 2 മക്കാബിയർ 7-9 പറയുന്ന സംഭവമാണെന്ന് അവർ പറയുന്നത്. അതെന്തോ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, മക്കാബ ലഹളയുടെ കാലത്ത് എന്ത് ചെയ്യുന്നറിയാമോ? അനേകരും എന്ത് ചെയ്തെന്നറിയാമോ? പീഡിപ്പിക്കപ്പെട്ടു. അനേക യഹൂദന്മാർ എന്ത് ചെയ്തു? പീഡിപ്പിക്കപ്പെട്ടു. അവർക്ക് അന്ന് അവർ ഏറ്റെടുത്ത വിശ്വാസത്തെ തള്ളിപ്പറയുമായിരുന്നെങ്കിൽ, യഹൂദ വിശ്വാസത്തെ തള്ളിപ്പറയുമായിരുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്തേനെ? വിമോചനം കിട്ടിയേനെ, വിടുതൽ കിട്ടിയേനെ. പക്ഷെ അതിനവർ തയ്യാറല്ലാതെ എന്ത് ചെയ്യുന്നറിയാമോ? പലരെയും എന്ത് ചെയ്തു? ശിരച്ഛേദം ചെയ്തു. അപ്പോൾ എബ്രായ ലേഖനം എഴുതുന്നത് അതിനൊക്കെ ശേഷമാണല്ലോ, മക്കാബിയ കാലത്തിനൊക്കെ ശേഷമല്ലേ എബ്രായ ലേഖനം വരുന്നത്. അപ്പം എബ്രായ ലേഖനകാരൻ പറയുന്ന ഈ സംഭവം അതിൻ്റെ ഉദ്ധരണിയാണ്, ആ സംഭവത്തെ ഉദ്ദേശിച്ചെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. മറുപടി നമുക്ക് പിന്നെ കൊടുക്കാം. നമുക്ക് ആദ്യം അവരുടെ വാദഗതി മാത്രം കേൾക്കാം. അതെ, അത് നമുക്ക് വരാം. നമുക്കതിന് മറുപടി പിന്നെ കൊടുക്കാം. അതുപോലെ തന്നെ യൂദായുടെ ലേഖനം 14-15, യൂദായുടെ ലേഖനം 14-15 വാക്യങ്ങൾ ഏതാ? ആ ആ ആ ആ ആര് പ്രവചിച്ചു എന്ന് പറയുന്നേ? ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചിരുന്നു എന്ന് പറയുന്നു. എവിടെ പറഞ്ഞേക്കുന്നേ? അത് യൂദായുടെ, അത് യൂദ അത് എടുത്തെഴുതുക ചെയ്യുന്നേ. അങ്ങനെ ഹാനോക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് യൂദ എന്ത് ചെയ്യുക? എടുത്തെഴുതുക ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇത് ഏതിൽ നിന്നുള്ള സംഭവമാണ്? അപ്പോക്രിഫ പുസ്തകത്തിലുള്ള ഒരു കാര്യമായി പറയുന്നതെന്നാണ് അവർ പറയുന്നത്. കാരണം നമ്മുടെ വേറെ പുസ്തകം എന്ത് ചെയ്യത്തില്ല, ഹാനോക്കിൻ്റെ ചരിത്രം എഴുതിയെടുത്തൊന്നും എന്ത് ചെയ്യുന്നില്ല, ഹാനോക്ക് പ്രവചിച്ചതായിട്ടൊന്നും നമ്മളില്ല. പക്ഷേ ഇവർ പറയുന്നത് അത് അപ്പോക്രിഫ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. അതുപോലെ 2 തിമോത്തിയോസ് 3:8 അതോടെ വായിച്ചേൻ. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 8-ാം വാക്യം. ആ ആ ആ ആ ആ ആ ഒന്നുകൂടെ വായിച്ച ആ വാക്യം. യന്നേസും യംബ്രേസും മോശയോട് എതിർത്തുന്ന പോലെ ഇവരും സത്യത്തോടെ എതിർത്തു നിൽക്കുന്നു. ഇവർ ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് പുറന്തള്ളപ്പെട്ടവരും അത്രേ. ഇതും അപ്പോക്രിഫ പുസ്തകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും അപ്പോക്രിഫ പുസ്തകത്തിൽ നിന്നുള്ളൊരു ഉദ്ധരണിയാണ്. അവിടെ പ്രതിപാദിച്ച സംഭവത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അവർ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ എടുത്തുദ്ധരിച്ചിരിക്കുന്നത് പോലെ തന്നെ അപ്പോക്രിഫ പുസ്തകത്തിൽ നിന്നും പുതിയ നിയമത്തിൽ എടുത്തുദ്ധരിച്ചിട്ടുള്ളത് കൊണ്ട് അപ്പോക്രിഫ പുസ്തകങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പഴയ നിയമ പുസ്തകത്തെ പോലെ തന്നെ ദൈവവിശ്വാസീയമായ തിരുവെഴുത്തായി നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണമെന്നാണ് അവർ പറയുന്നത്. ന്യായമായൊരു വാദമാണ്. അതിനുള്ള മറുപടി നമുക്ക് പിന്നെ കൊടുക്കാം. നമുക്ക് അവരുടെ എല്ലാ വാദഗതികളും കേൾക്കാം. രണ്ടാമത് അവർ പറയുന്നത്, പുതിയ നിയമ എഴുത്തുകാർ ഉപയോഗിച്ചിരുന്ന സെപ്റ്റ്വജന്റ് എന്ന ബൈബിളിൽ, പുതിയ നിയമ എഴുത്തുകാർ ഉപയോഗിച്ചിരുന്ന സെപ്റ്റ്വജന്റ് ബൈബിളിൽ അപ്പോക്രിഫ ഉണ്ടായിരുന്നു. അതൊരു വല്ലാത്ത വിവാദമായ ചോദ്യമാണ്. അപ്പോൾ നമ്മളിത് എന്തുവാണെന്ന് അറിയണമെങ്കിൽ സെപ്റ്റ്വജന്റ് എന്തുവാന്ന് പഠിക്കണം ആദ്യം.
പുതിയ നിയമ എഴുത്തുകാർ ഉപയോഗിച്ചിരുന്ന സെപ്റ്റജൻ്റ് ബൈബിളിൽ അപ്പോക്രിഫ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കത് അംഗീകരിക്കാൻ പറ്റും. അപ്പോൾ ഇനി ആദ്യമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തോ ഈ സെപ്റ്റജൻ്റ് എന്ന് പറയുന്നത്. സെപ്റ്റജൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം 70 എന്നേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകത്തിൻ്റെ ആദ്യ പരിഭാഷ, പഴയ നിയമത്തിൻ്റെ ആദ്യ പരിഭാഷ എബ്രായ ഭാഷയിൽ നിന്നും ഗ്രീക്ക് ഭാഷയിലേക്ക് കൊണ്ടുവന്ന ആദ്യ പരിഭാഷയാണ് സെപ്റ്റജൻ്റ് എന്ന് വിളിക്കുന്നത്. അത് സെപ്റ്റജൻ്റ് എന്ന് പറയാൻ കാരണം 70 പേര് ചേർന്ന എന്ത് ചെയ്തത്, ആ ട്രാൻസ്ലേഷൻ പൂർത്തിയാക്കിയത്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ നമ്മൾ പിന്നെ പഠിക്കാം. ഇപ്പോൾ അത്രയും ഓർത്തിരുന്നാൽ മതി. ഏത് പുതിയ നിയമം അപ്പോൾ പുതിയ നിയമം എഴുതുന്നത് മുഴുവൻ ഗ്രീക്കിലാണ്. അപ്പോൾ ഗ്രീക്ക് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ എന്ന് പറഞ്ഞ ആ പരിഭാഷയിൽ എന്തോ ഉണ്ടായിരുന്നു, ഈ അപ്പോക്രിഫ പുസ്തകങ്ങളും കൂടെ ചേർത്തിരുന്നു എന്നാണ് അവർ പറയുന്നത്. നോക്കാം അത് ശരിയാണോ, ആ വാദഗതി ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. നമുക്കത് പിന്നാലെ അതിന് മറുപടിയൊക്കെ പിന്നെ കൊടുക്കാം. അവർ പറയുന്നത് മൂന്നാമത്തത്, ആദിമ സഭാപിതാക്കന്മാർ അവരുടെ ലേഖനങ്ങളിൽ അപ്പോക്രിഫ പുസ്തകങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ആദിമ സഭാപിതാക്കന്മാർ അവരുടെ ലേഖനങ്ങളിൽ അപ്പോക്രിഫ പുസ്തകങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഉദാഹരണം, അലക്സാൻഡ്രിയയിലെ ക്ലെമൻ്റ്, തൻ്റെ ലേഖനത്തിൽ 2 എസ്രായുടെ പുസ്തകം കാനോനികമായി അംഗീകരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഓറിഗണും, അതും ഒരു സഭാപിതാവായ ഓറിഗനും മക്കാബ്യ പുസ്തകങ്ങളും യിരെമ്യായുടെ കത്തും കാനോനികമായി അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കാബ്യ പുസ്തകങ്ങളും യിരെമ്യായുടെ കത്തും. അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവർ പറയുന്നത് എന്നാണെന്നറിയാമോ, ആദിമ സഭാപിതാക്കന്മാരെല്ലാം, ആരൊക്കെ, ക്ലെമൻ്റ്, ഓറിഗൻ, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തുവാ, നമുക്ക് ഈ പുസ്തകങ്ങൾ കാനോനികമായിട്ട് നമുക്ക് അംഗീകരിക്കുന്നതിൽ തെറ്റില്ല, അംഗീകരിക്കാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമല്ലേ, സാറ് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലെന്ന് പറഞ്ഞ പോലെയാണ് ചിലർക്ക്. വചനം എന്തോ പറയുന്നതെന്നല്ല അവർക്ക് അറിയണ്ടേ. ഇതുപോലെ ആദിമ സഭാപിതാക്കന്മാരായിരിക്കുന്ന ഓറിഗനും ക്ലെമൻറ്റും ഒക്കെ എന്തിട്ടുണ്ട്, ഈ പുസ്തകങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാമെന്ന് പറഞ്ഞേക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, അംഗീകരിക്കണം എന്ന് അവർ പറയുന്ന മൂന്നാമത്തെ വാദഗതി. നാലാമത്തത്, AD 354 മുതൽ 430 വരെയുള്ള കാലഘട്ടത്തിൽ, AD 354 മുതൽ 430 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അഗസ്റ്റീൻ വിശുദ്ധ അഗസ്റ്റീൻ 393 AD
397 നടന്ന കാർത്തേജ് സഭാ കൗൺസിലിനെ, കാർത്തേജ് അതൊരു സ്ഥലത്തിൻ്റെ പേരാ, കാർത്തേജ് സഭാ കൗൺസിലിനെ സ്വാധീനിച്ച് ഈ പുസ്തകങ്ങളെ കാനോനികമായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഏതാണ്ട് 4-ാം നൂറ്റാണ്ടിൽ 2 സഭാ സുനഹദോസുകൾ നടന്നു. 393-ലും 97-ലും. ആ 2 സുനഹദോസുകളിലും എടുത്ത തീരുമാനമാണ് എന്ത് ചെയ്യണം, അപ്പോക്രിഫ പുസ്തകങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? അതുവരെ അംഗീകരിച്ചാത്തത് കൊണ്ടാണ് ഇതിപ്പോൾ അംഗീകരിക്കണമെന്നുള്ള എന്ത് വന്നത്, തീരുമാനം എടുക്കേണ്ടി വന്നേ. അപ്പോൾ അത് പിന്നെ നമുക്ക് മറുപടി പറയാം. 5, അഞ്ചാമത്തെ പോയിന്റ്. 1546 നടന്ന ട്രെൻഡ് കൗൺസിൽ ഒരിക്കൽ കൂടെ അപ്പോക്രിഫ പുസ്തകങ്ങൾ കാനോനികമാണെന്ന് സ്ഥിരീകരിക്കുകയും അടുത്താണ് രസം, ആരെങ്കിലും അതിൻ്റെ കാനോനികമാണെന്ന് സ്ഥിരീകരിക്കുകയും ആരെങ്കിലും അതിൻ്റെ ദൈവശ്വാസീയതയെ ചോദ്യം ചെയ്താൽ, ശപിക്കപ്പെട്ടവനാണെന്നും പ്രഖ്യാപിച്ചു. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? ഇത് ചോദ്യം ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ സഭാ കൗൺസിൽ തീരുമാനമെടുത്തു, ഇനി ആരെങ്കിലും ഇതിൻ്റെ ആധികാരികയെ ചോദ്യം ചെയ്താൽ അവനെ എന്ത് ചെയ്തോണം, സഭയിൽ നിന്ന് പുറത്താക്കണം, അവൻ ശപിക്കപ്പെട്ടവനാന്ന് പറഞ്ഞ് എന്ത് ചെയ്തോണം. അപ്പോൾ അപ്പോഴും വെളിപ്പെടുത്തുന്നത് എന്തുവാ? ഇതിനെതിരെയുള്ള ചോദ്യങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. 6-ാമത്തത്, കത്തോലിക്ക ഇതര സഭകൾ അല്ലെങ്കിൽ അകത്തോലിക്ക സഭകൾ, കത്തോലിക്കരല്ലാത്ത സഭകൾ, അകത്തോലിക്ക സഭകളിലും ഈ പുസ്തകങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ആംഗ്ലിക്കൻ ഓർത്തഡോക്സ് സഭകൾ ഈ പുസ്തകത്തിലെ ചില ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. കണ്ടില്ലേ, അവരുപയോഗിക്കുന്നത് കണ്ടില്ലേ, അവരും കൂടെ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആരാധനയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇത് ദൈവവിശ്വാസീയമായ തിരുവെഴുത്താണെന്നല്ലേ ഇതിൻ്റെ അർത്ഥം എന്നാണ് അവർ വാദിക്കുന്നത്. ആംഗ്ലിക്കൻ സഭ എന്ന് പറഞ്ഞാൽ CSI അങ്ങനെയുള്ള സഭകൾ. ഓർത്തഡോക്സ് സഭകൾ എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റൻ്റ് അല്ല കേട്ടോ, ഓർത്തഡോക്സ് ആണ്. അവസാനത്തെ പോയിന്റ് അവരുടെ ഇവിടെ ഉണ്ടല്ലോ അല്ല, അവസാനത്തെ പോയിന്റ് അവർ പറയുന്ന അടുത്തൊരു വാദഗതി, ഈ ബൈബിൾ പഠിതാക്കളെ സംബന്ധിച്ച് ഏറ്റവും വിലയേറിയ ഒരു കണ്ടുപിടുത്തമാണ് 1947 നടന്ന കുമ്രാൻ കമ്മ്യൂണിറ്റി, കുമ്രാൻ ചുരുളുകൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വലിയ കഥയുണ്ട് അതിൻ്റെ പിന്നാലെ. അത് ചാവുകടൽ തീരത്തുള്ള കുറേ ഗുഹകളാണ്. ചാവുകടൽ തീരത്തുള്ള ഗുഹകളിലാണത് മുഴുവൻ, ആ ചുരുളുകൾ മുഴുവൻ ഉണ്ടായിരുന്നത്. തികച്ചും ആകസ്മികമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ചുരുളുകൾ
കണ്ടെത്തപ്പെടുന്നത്, തികച്ചും ആകസ്മികമായിട്ട്. കാരണം ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന ഒരു പയ്യൻ ചുമ്മാ പോകുന്ന വഴിക്ക് കുറേ ഗുഹകൾ കണ്ടപ്പോൾ അവരൊരു രസത്തിന് വേണ്ടി ഒരു കല്ലെടുത്ത് എന്ത് ചെയ്തു, ഒരു ഗുഹയ്ക്കകത്തെറിഞ്ഞു. ഈ കല്ല് എന്ന് വീണത് ഒരു ഭരണിയിലാണ്. അപ്പോൾ ക്ലിങ് എന്നൊരു ശബ്ദം കേട്ടു. അവന് വളരെ രസം തോന്നി. അപ്പോൾ അത് ആ ഗുഹയ്ക്കകത്തിറങ്ങി ഒരു ഭരണി ഇരിക്കുന്നത് കണ്ടു, പൊട്ടിച്ചു. അതിനകത്ത് മുഴുവൻ തോൽച്ചുള്ള. അവൻ എന്ത് ചെയ്യുന്നറിയാമോ, തൻ്റെ കത്തി കൊണ്ട് ഒരു ഭാഗം തോലായതുകൊണ്ട് ഒരു ഭാഗം എന്ത് ചെയ്തു, മുറിച്ചെടുത്തിട്ട് തോല് വിൽക്കുന്ന കടയിലേക്ക് അവൻ എന്ത് ചെയ്തു, കൊണ്ടുചെന്നു. അയാൾ നോക്കിയപ്പോൾ അതിനകത്ത് മുഴുവൻ എഴുത്ത്. അദ്ദേഹത്തിന് വളരെ രസം തോന്നി. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനൊരു ഭാഷാ പണ്ഡിതനാണ്. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു സാധനം എൻ്റെ കിട്ടിയത്, അതിനകത്ത് ഈ തോലിനകത്ത് മുഴുവൻ എഴുത്തുണ്ടെന്ന് പറഞ്ഞു. നോക്കിയപ്പോഴെന്തറിയാമോ, യശയ്യാപ്രവചനത്തിൻ്റെ ചില ഭാഗങ്ങൾ അതിനകത്ത് എഴുതിക്കുക അന്നത്തെ ഭാഷയിൽ. അത് ഒരു വലിയ കണ്ടുപിടുത്തത്തിലേക്ക് നീക്കി. ആ പ്രദേശത്തുള്ള എല്ലാ ഗുഹകളും തുറന്നു നോക്കിയപ്പോഴേ എല്ലാ ഗുഹയ്ക്കകത്തും ഇതുപോലെ കളിമൺ ഭരണിക്കകത്ത് ദൈവവചനം എന്ത് ചെയ്തിരിക്കുന്നു, ആലേഖനം ചെയ്തു വച്ചിരിക്കുക. അത് ആ കാലഘട്ടത്തിൽ അവിടെ ജീവിത എസ്സീൻ എന്ന് പറയുന്ന ഒരു സമൂഹം, അതൊക്കെ നിങ്ങൾ പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലം പഠിപ്പിച്ചുതരാം ഞാൻ. എസ്സീൻ സമൂഹക്കാരായിരുന്നു അത് മുഴുവൻ ചെയ്തിരുന്നത്. അവർക്ക് എവിടുന്നാണ് ഈ ആശയം കിട്ടിയത്, ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമെന്ന് ദൈവം യിരെമ്യാവിനോട് പറയുന്നുണ്ട്. നീ ആധാരങ്ങളെ വാങ്ങി മൺഭരണിക്കകത്താക്കി ദീർഘകാലം അവ കേടുകൂടാതിരിക്കേണ്ടതിന് സൂക്ഷിക്കുക എന്ന് ദൈവം യിരെമ്യാവിനോട് പറഞ്ഞത്. ആ ആശയത്തിൽ നിന്നാണ് അക്കാലത്ത് ജീവിച്ചിരുന്ന സന്യാസ സമൂഹത്തിലെ ആളുകൾ ഈ തിരുവെഴുത്ത് മുഴുവൻ എഴുതി എന്ത് ചെയ്തത്, മൺഭരണിക്കകത്ത് സൂക്ഷിച്ചു വെച്ചത്. എത്രയോ നൂറ്റാണ്ടുകൾ അവിടെ ഇരുന്നു. വേദപഠിതാക്കളെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായൊരു കണ്ടുപിടുത്തമായിരുന്നു എന്ത് ചെയ്തത്, ഈ ചാവുകടൽ തീരത്തെ കണ്ടുപിടുത്തം. കുമ്രാൻ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയാം അവർ. അത് നമ്മൾ വിശദമായിട്ട് പിന്നാലെ പഠിക്കും. അങ്ങനെ 7ാമത്തെ പോയിന്റ്, കുമ്രാൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട പുസ്തകച്ചുരുളുകളുടെ കൂട്ടത്തിൽ അപ്പോക്രിഫ പുസ്തകങ്ങളെയും കാണാം. കുമ്രാൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട പുസ്തക ചുരുളുകളുടെ കൂട്ടത്തിൽ, കാരണം അന്ന് പുസ്തകം നമ്മുടെ പുസ്തകം പോലെ അല്ലല്ലോ, തോൽ ചുരുളിലല്ലേ വെക്കുന്നേ. പുസ്തക ചുരുളുകളുടെ കൂട്ടത്തിൽ അപ്പോക്രിഫ പുസ്തകങ്ങളും ഉൾപ്പെടുന്നു. ഇതിൽ നിന്നും കുമ്രാൻ കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ കുമ്രാൻ സമൂഹത്തിലെ ആളുകൾ അപ്പോക്രിഫ പുസ്തകങ്ങളെ, ഇതിൽ നിന്നും കുമ്രാൻ കമ്മ്യൂണിറ്റിയിലെ സമൂഹത്തിലെ ആളുകൾ അപ്പോക്രിഫ പുസ്തകങ്ങളെ തിരുവെഴുത്തായി അംഗീകരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതാണ് അവർ പറയുന്ന പ്രധാനമായ 7 വാദഗതികൾ. ഞങ്ങൾ അപ്പോക്രിഫ പുസ്തകം അംഗീകരിക്കാനുള്ള കാരണങ്ങൾ ന്യായമായ കാരണങ്ങളാണ്. ജസ്റ്റ് ഒന്നുകൂടെ നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണ്. ആദ്യം അവർ പറയുന്നു, എന്ത് പറയുന്നു, പഴയ നിയമത്തിൽ നിന്ന് അപ്പോക്രിഫ പുസ്തകങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്ന പോലെ തന്നെ അപ്പോക്രിഫ പുസ്തകത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ നിയമം നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇത് അംഗീകരിച്ചുകൂടാ? ശരിയാ, ന്യായമായൊരു ചോദ്യമാണ്. 2, പുതിയ നിയമ എഴുത്തുകാർ ഉപയോഗിച്ച സെപ്റ്റജൻ്റ് എന്ന ഗ്രീക്ക് ബൈബിളിൽ അപ്പോക്രിഫ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കത് പറ്റില്ല, നിങ്ങളത് പറ്റില്ല എന്ന് പറയുന്നത്? 3ാമതവർ പറഞ്ഞത് ആദിമ സഭാപിതാക്കന്മാരുടെ പല ലേഖനങ്ങൾക്കും എഴുത്തുകൾക്കും നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുമ്പോൾ അതേ സഭാപിതാക്കന്മാർ പറഞ്ഞേക്കുന്നു, എന്തോ പറഞ്ഞേക്കുന്നു, 2 എസ്രായുടെ പുസ്തകവും മക്കാബിയ പുസ്തകങ്ങളും യിരെമ്യാവുടെ കത്ത് ഇതെല്ലാം അപ്പോക്രിഫ കഥനത്തിൽപ്പെട്ടതാണ്. അതൊക്കെ ദൈവവിശ്വാസ്യമായ തിരുവെഴുത്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ തീർച്ചയായിട്ടും നമുക്കത് അംഗീകരിക്കാമല്ലോ. 4ാമത് അവർ പറഞ്ഞത് AD 393-ലെയും 97-ലെയും സഭാ കൗൺസിലുകൾ ഇത് ദൈവവിശ്വാസ്യമായ തിരുവെഴുത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല.
4-ാം നൂറ്റാണ്ട് തൊട്ട് ഇതെന്ത് ചെയ്തിരിക്കുന്നു, അംഗീകാരമുണ്ട് എന്നവർ പറയുന്നു. അല്ല, 354 മുതൽ 430 വരെ ജീവിച്ചിരുന്ന അദ്ദേഹം 93-ലെയും 97-ലെയും കൗൺസിലുകളിൽ, ആ വർഷങ്ങൾ ശരിക്കും മറ്റേതായിട്ട് ജീവിത കാലയളവാണ്. ഓക്കെ, അഞ്ചാമത്തത് 1546 16-ാം നൂറ്റാണ്ടിൽ നടന്ന കാർത്തേജ് സഭാ സുനകദോസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കാനോനികമാണെന്ന് ഒരിക്കൽ കൂടെ പറയും. ആരെങ്കിലും ഇതിൻ്റെ ആധികാരികയെ ചോദ്യം ചെയ്താൽ അവൻ ശപിക്കപ്പെട്ടവനാണെന്നും കൂടെ തപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ചോദ്യം ചെയ്യാൻ പോലും ഇനി എന്തില്ല, അനുവാദമില്ല. കൊള്ളാം. പിന്നെ അവർ പറയുന്നത് ഞങ്ങൾ മാത്രമല്ലല്ലോ ഇത് ഉപയോഗിക്കുന്നത്, ഓർത്തഡോക്സ് സഭകൾ ഉപയോഗിക്കുന്നുണ്ട്, ആംഗ്ലിക്കൻ സഭകൾ ഈ അപ്പോക്രിഫ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്നാ, ഞങ്ങൾ മാത്രമല്ല ഇത് അംഗീകരിക്കുന്നവർ, അല്ലാത്ത ക്രൈസ്തവ സഭകൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്തോ എത്ര ഇല്ല സോക്കേട്. അവസാനമായിട്ട് പറയുന്നു, ബൈബിൾ പഠിതാക്കൾക്ക് ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ ഡിസ്കവറി എന്ന് പറഞ്ഞാൽ പുരാവസ്തു ഗവേഷണ ശാസ്ത്രത്തിലെ ഏറ്റവും വേദസംബന്ധമായി പഠിക്കുന്ന ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തമാണ് ചാവടുകൾ തീർത്തുള്ള കുമ്രാൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ചാവുകടൽ ചുരുളുകൾ. അതിനകത്ത് അപ്പോക്രിഫ പുസ്തകങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം എന്നാ, അക്കാലത്ത് അവിടെ ജീവിച്ചിരുന്ന ഭക്തന്മാർ ഇതിനെ ദൈവശ്വാസ്യമായ തിരുവെഴുത്തായിട്ട് അവർ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്തതുകൊണ്ടാണല്ലോ അവരിതും അവിടെ സൂക്ഷിച്ച് വച്ചിരുന്നത്. ന്യായമായ 7 കാരണങ്ങളാണ് അവർ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ മറുപടി എന്തുവാന്ന് അടുത്ത ആഴ്ച നാളെ നമ്മൾ പഠിക്കും. കാരണം സമയം അതിക്രമിച്ചിരിക്കും.